ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞ് ഇത് ആരംഭിക്കുകയാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു ക്രൈസിസ്, വലിയൊരു ട്രാജഡി കാരണം അയാളുടെ ഒരു പ്രണയബന്ധത്തിൽ സംഭവിച്ച ഒരു വലിയ ബുദ്ധിമുട്ടാണ്, വലിയൊരു ക്രൈസിസ്. പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്, പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിച്ചത് മാത്രമല്ല, ഇത് ഇയാളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. വലിയൊരു വീട്ടിൽ നല്ല മാതാപിതാക്കൾ ജനിച്ച, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇങ്ങനൊരു ട്രാജഡി സംഭവിച്ചു, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയമെടുക്കുകയാണ്. ആ സമയമെടുത്ത് കർത്താവ് തീർച്ചയായിട്ടും അവനെ രക്ഷിച്ചെടുത്തു. പക്ഷേ അതിന് മുമ്പിലെ ഒരു കാലം ഉണ്ടായിരുന്നു, വലിയൊരു ഇരുട്ടിൻ്റെ ദിവസങ്ങൾ, പ്രതീക്ഷയില്ലാത്ത പകലുകൾ, മരണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ച രാത്രികൾ. വലിയ ഇരുട്ട്, മുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല, കൂട്ടുകാരുടെ അടുത്ത് പോകുന്നില്ല. വലിയ ഇരുട്ടിലേക്ക് എന്തൊക്കെയോ മാനസിക അസ്വസ്ഥതകൾ, സങ്കടങ്ങൾ. മാതാപിതാക്കൾ ഓരോ സ്ഥലത്ത് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നു, ഓരോരുത്തരെ കൊണ്ട് കാണിക്കുന്നു, പ്രാർത്ഥിപ്പിക്കുന്നു. പക്ഷേ ഈ പയ്യന് പുറത്തോട്ടിറങ്ങി വരാൻ പറ്റുന്നില്ല. അവനുണ്ടായ ട്രാജഡി അത്രയും വലുതായിരുന്നു. ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി, എങ്ങനെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സ്ഥിതി. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ മൈൻഡ് മുഴുവൻ ബ്ലാങ്ക് ഔട്ടായി പോയിരിക്കുന്ന, ഇരുട്ടിലേക്ക് വീണു പോയിരിക്കുന്ന രാവുകളും പകലുകളും ഒക്കെ. പറഞ്ഞു വരുന്നൊരു ഏതോ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, നിങ്ങൾക്ക് അറിവില്ലാത്ത ഏതോ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. വന്നുപോയൊരു പരാജയത്തിൻ്റെ പേരിലായിരിക്കാം, ഈ ചെറുപ്പക്കാരനുണ്ടായ പോലെ ഒരു റിലേഷൻഷിപ്പിലുണ്ടായൊരു മുറിവിൻ്റെ പേരിലായിരിക്കാം, പരീക്ഷയെ തോറ്റുപോയതിൻ്റെ പേരിലായിരിക്കാം, നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം, നിങ്ങൾ വിശ്വസിച്ച ഒരാളെ നിങ്ങളെ കീറി മുറിച്ച് പോയതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കാം. നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം ചിലത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയൊരു തെറ്റിനെക്കുറിച്ചുള്ള നാണക്കേടായിരിക്കും. പുറത്തോട്ട് ഇനി ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുമായിരിക്കാം. ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരി ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. നമുക്കൊക്കെ എപ്പോഴെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ ഇതൊക്കെ വന്നു പോകാം. ലോങ് ഇൻട്രൊഡക്ഷനാണ്, കാരണം ഇത് എൻ്റെ ഒക്കെ ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇരുട്ടിലേക്ക് വീണു പോകുന്നു, ഒറ്റയ്ക്കായി പോകുന്നു, ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ ഒരു അവസാനത്തെ കുറേ ചാപ്റ്റേഴ്സ്, മേ ബി ഒരു 12-13 മുതലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് വളരെ സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട ദാവീദിനോട് ഒരു അസൂയ തോന്നിയിട്ട് രാജാവായ സാവൂള് ആ പുസ്തകത്തിൻ്റെ 1 സാമുവേലിൻ്റെ അവസാനത്തെ അധ്യായങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂൾ ഓടി നടക്കുകയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്ന് ദാവീദ് എന്ന ഈ ചെറു ബാലനെ തകർത്ത് കളയാൻ വേണ്ടി ഓടി നടക്കുകയാണ് സാവൂൾ. ദാവീദ് ഒരു സാധാരണക്കാരനാണ്. കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ള വലിയ വില മാത്രമാണ്, ആ വലിയ വിലയാണ് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഓടി പല സ്ഥലങ്ങളിലേക്ക് ഒളിക്കാൻ ശ്രമിക്കുന്നു. ഒടുക്കം ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ, ജീവന് ഹാനി വരുമോ, സാവൂൾ കൊന്നുകളയുമോ, എന്തൊക്കെയോ ഒരു ഇരുട്ടിലൂടെ കടന്നു പോവാണ്. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പോലെ, നമ്മുടെയൊക്കെ സിറ്റുവേഷൻ പോലെ ഒരു ഗുഹയുടെ അനുഭവത്തിലാണ്. പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല, അകത്തുള്ളത് അത്ര സ്വസ്ഥമായൊരു സാഹചര്യമല്ല. ദുർഗന്ധം, ഇരുട്ട്, ചിന്തിക്കാൻ പറ്റുന്നില്ല, വെളിച്ചമില്ല, പ്രതീക്ഷയില്ല, സഹായിക്കാൻ ആരും കൂടെയില്ല, കേൾക്കാനോ സംസാരിക്കാനോ ആരുമില്ലാത്ത അവസ്ഥ. ദാവീദ് ആ ഗുഹയിലിരുന്നുകൊണ്ട് കർത്താവിനെ ഓർത്ത് പാടി പ്രാർത്ഥിച്ച ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 57. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി പേർക്കും കാണാപ്പാട് അറിയാവുന്ന ഒരു സങ്കീർത്തനമായിരിക്കും 57-ാം സങ്കീർത്തനം. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയമെടുത്ത് വായിക്കാനല്ല പറയണത്, ധ്യാനിക്കണം, ആരാധിച്ചുകൊണ്ട് ഇത് പാടി പ്രാർത്ഥിക്കണം. 57-ാം സങ്കീർത്തനം, Psalm 57. ദാവീദ് ഗുഹയിലിരുന്ന് സാവൂളിനെ പേടിച്ച് നിന്നൊരു സാഹചര്യത്തിൽ അവിടെ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെക്കുറിച്ച് ഓർത്തു, കർത്താവിനെ കുറിച്ച്. 57-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദാവീദ് ചങ്കുപൊട്ടി നിലവിളിച്ച് പറയുന്നുണ്ട്, കർത്താവേ എന്നോട് കൃപ തോന്നണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്നിട്ട് ദാവീദിനുള്ള വലിയൊരു ബോധ്യം ദാവീദ് വിളിച്ച് പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെ. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷനിലും ഈ ഒരു ഇരുട്ടിൽ, ഈ ഒരു ഗുഹയിൽ, ഈ ഒരു ഭയത്തിൽ, ഈ ഒരു നാണക്കേടിൽ നിങ്ങളെ പിടിച്ചുണർത്താൻ ഇത്രയും ശക്തമായ മറ്റൊരു വചനം ഈ 57-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ തന്നെ നിറച്ച് കുലുക്കി എനർജി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വായിക്കണം. അത്യുന്നതനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം, എനിക്ക് ജീവൻ നൽകിയത്, എന്നെ ഇതുവരെ എത്തിച്ചത്, എന്നെ ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്നത്, ആ ദൈവത്തെ തന്നെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. ദാവീദ് ഇങ്ങനെ വലിയ ബോധ്യത്തോടെ പറയുന്നുണ്ട്, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റാണ്, ജീവന് ഭീഷണി നിൽക്കുകയാണ്, എന്നെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഉള്ള ബോധ്യം ഇതാണ്, വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും, അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കടന്നു പോകുന്ന ഇരുട്ടിൽ, ഇന്ന് കടന്നു പോകുന്ന ഈ രോഗത്തിൽ, വേദനയിൽ, ഈ സങ്കടത്തിൽ, ഈ നാണക്കേടിൽ, ഈ ഭയത്തിൽ നിനക്കുള്ള ഒരു ഉറപ്പിതാണ്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ്. ഈ വിനാശം ഏത് രൂപത്തിൽ വരാം, കൊടുങ്കാറ്റ് എത്ര കട്ടിയിൽ വാഞ്ഞടിക്കാം,
പക്ഷെ അത് കടന്നു പോകുവോളം, ഈ പ്രശ്നത്തെ നീ ഫേസ് ചെയ്യേണ്ടതാണെങ്കിൽ, നീ അതിജീവിക്കേണ്ടതാണെങ്കിൽ, ഇത് കടന്നു പോകുവോളം നിനക്ക് സുരക്ഷിതമായിരിക്കാൻ ഒരു പൊടി പോലും നിന്നെ തൊടാതെ, നിനക്കൊരു അപകടവും വരാതെ നിനക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. ആ കർത്താവിനോടാണ് നീ കൃപ ചോദിച്ചിരിക്കുന്നത്. കൃപ ചോദിച്ചത് വെറുതെ യാചിക്കുകയല്ല, ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അത്യുന്നതനായ ദൈവമാണ് ഇതുവരെ എന്നെ നടത്തിയ ദൈവം. ആ ദൈവം എനിക്ക് വിജയം നൽകുക തന്നെ ചെയ്യും. എൻ്റെ ദൈവം എന്നെ മുന്നോട്ട് നയിക്കും. എൻ്റെ ശത്രുക്കളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തോൽപ്പിച്ചോടിക്കുമെന്ന വലിയ ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. പിന്നീട് സമയം കിട്ടുമ്പോൾ, സമയമുണ്ട്, 108 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം കൂടെ വായിക്കണം. Psalm 108 അതിൻ്റെ 13 വാക്യം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ മുമ്പിൽ ചവിട്ടി മെതിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിലുള്ള ഈ പ്രശ്നത്തെ, നിൻ്റെ മുമ്പിലുള്ള ഈ ക്രൈസിസിനെ, നിൻ്റെ ഈ നാടക്കേടിനെ, നിൻ്റെ ഈ ഇരുട്ടിനെ നീ തോൽപ്പിച്ചോടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പം പരാജയപ്പെട്ടേക്കാം, നിരാശപ്പെട്ടേക്കാം. പക്ഷേ നിനക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ ഒരു സ്ഥലമുണ്ട്. കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. നിൻ്റെ ശത്രുക്കളെ ദൈവമാണ് ചവിട്ടി മെതിക്കാൻ പോകുന്നത്. അതുവരെ അവൻ്റെ കാൽച്ചോട്ടിൽ, അവൻ്റെ നെഞ്ചോട് ചേർന്ന്, അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് സ്നേഹിച്ചങ്ങ് കൂടെ നിൽക്കുക. നിനക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്, അത്യുന്നതനായ ദൈവം. ആ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ധീരമായി പൊരുതും, നീ പഠിക്കും, നീ കളിക്കും, നീ യാത്ര ചെയ്യും, നീ ശുശ്രൂഷ ചെയ്യും, നീ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് അഭിഷേകമായിട്ട് ചെയ്യും. 108 സങ്കീർത്തനത്തിൻ്റെ 13 വാക്യത്തിൻ്റെയും 57 സങ്കീർത്തനത്തിലെ എല്ലാ വചനങ്ങളുടെയും 100 മേനി അഭിഷേകം നിങ്ങളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ചിറകിൻ കീഴിൽ നെഞ്ചോട് ചേർന്നിരിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.